ഇന്ത്യയെ മൊത്തത്തിൽ 4x4 മീറ്ററുള്ള ഗ്രിഡ്സായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അതായത് 4x4 ഉള്ള ചതുരങ്ങളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആ ഓരോ ചതുരത്തിനും ഒരു 10 ക്യാരക്ടർ ഉള്ളൊരു നെയിമിംഗ് കാണും. ആ ക്യാരക്ടറിനകത്ത് ആൽഫബറ്റ്സും ഉണ്ട്, നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അത് വരുന്നത് ഒരു 4x4 മെട്രിക്സിനകത്തായിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. അതാണ് നമ്മൾ ഒരു ഡിജി പിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രിസൈസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് ലഭിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പിൻകോഡ് ഉണ്ട്, പക്ഷേ പിൻകോഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഏരിയയാണ്. അതെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഡിജി പിൻ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും, അതൊരിക്കലും മാറത്തില്ല. സോ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. 2 എന്ന് പറയുന്നത് ഡിജി പിൻ ഒരു ഓപ്പൺ സോഴ്സാണ്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പല പല ആപ്സും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാം. 3 എന്ന് പറയുന്നത് എമർജൻസി സിറ്റുവേഷൻസുകളിൽ ഇത് വളരെയധികം പ്രയോജനപ്പെടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ആപത്ഘട്ടങ്ങളിൽ നമ്മൾ നിൽക്കുന്നു, ഇപ്പോൾ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ അങ്ങനത്തെ ഉള്ള ഡിസാസ്റ്റർ വരുമ്പോൾ അപ്പോൾ ആൾക്കാർ എവിടെയാണ് കിടക്കുന്നതെന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ലാസ്റ്റ് മൊബൈൽ ലൊക്കേഷനും അങ്ങനെയെല്ലാം ആയിരിക്കും. പക്ഷേ നമുക്ക് ഡിജി പിൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിസൈസ് ആയിട്ട് ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും.